ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അവളെൻ്റെ ഭാര്യ സ്ഥാനത്തായിട്ട് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അളിയ. ഇന്ന് രാത്രി ഞാൻ പോവാണ്. അതിനു മുന്നേ ഇതൊക്കെ നേരിൽ കണ്ട് പറന്ന് വെച്ചിട്ട് ഞാൻ വന്നതാ. ആരിസേ, ഇജി എന്നെ സ്വന്തം താത്താനെ പോലെ തന്നെയാണോ കരുതിക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇവിടെ ഇജൊരു മരുവനായി വന്ന കാലം തൊട്ടേ ഞാൻ എൻ്റെ സ്വന്തം അനിയനെ പോലെ കരുതിയിട്ടുള്ളൂ. ആ ഒരു അധികാരത്തിൻ്റെ മുകളിൽ പറയാ സൽമാത്തൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ കുട്ടി സമാധാനമായിട്ട് കേൾക്കുമോ? എങ്ങനെ ആയാലും ഇത് എൻ്റെ ഓളി ജീവിതം തന്നെയാണ്. എങ്ങനായാലും ഞങ്ങളെല്ലാവരും അതിൽ വെറും കാഴ്ചക്കാർ മാത്രമാണ്. അത് പൂർണ്ണമായിട്ടും ബാധിക്കുക എൻ്റെ ഓളും ജീവിതത്തിന് മാത്രമാണ്. നിങ്ങളെ ജീവിതത്തിൽ ഇപ്പം ഇജ്ജ് എടുക്കാൻ പോണ തീരുമാനം അത് എനിക്ക് ശരിയായിട്ട് തോന്നുകയാണെന്ന് വെച്ചാൽ ഇജ്ജ് അതിൽ തന്നെ ഉറച്ചു നിന്നോ. പക്ഷേ അതിൻ്റെ മുന്നേ സൽമാത്താക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇജ്ജ് കേൾക്കണം. ഈ ഭൂമിയിൽ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ലല്ലോ ആരിസേ. ഒരു തരത്തിലല്ലെങ്കിലും മറ്റൊരു തരത്തിൽ നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ കുഞ്ഞോളെ ന്യായീകരിച്ച് പറയേ ഓളെ സപ്പോർട്ട് ചെയ്യേ ഒന്നുമല്ല. ഈ കുടുംബത്തിൽ ഞാൻ വന്നു കയറിയ മുതൽ ഞാൻ അനുഭവിച്ച പോലെ മറ്റൊരു പെണ്ണോ അനുഭവിച്ചിട്ടോ സഹിച്ചിട്ടോ ഉണ്ടാവില്ല. ഇവിടെ കയറി വന്ന നാൾ തൊട്ട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലായിട്ട് എൻ്റെ ആശിക്കാക്കാൻ്റെ അടുത്തുനിന്നും നമ്മളമ്മാൻ്റെ അടുത്തുനിന്നൊക്കെ പല രീതിയിലുള്ള കുത്തുവാക്കുകളും പല രീതിയിലുള്ള അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാലും അതൊക്കെ പുറത്തും സഹിച്ചും ഞാൻ ജീവിച്ച് നിന്നില്ല ഇത്രയും കാലം. അങ്ങനെ എല്ലാവർക്കും മാപ്പ് കൊടുക്കാൻ പറ്റിയതുകൊണ്ടല്ലേ ഇന്ന് ഈ കുടുംബം ഞാനും ഒക്കെ ഇപ്പോൾ സന്തോഷത്തിൽ നിന്ന് പോണത്. എന്നോടും എൻ്റെ വീട്ടുകാരോടും കുഞ്ഞോള് ചെയ്തതും പറഞ്ഞതൊക്കെ വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ ഒന്ന് നോക്കുമ്പോൾ സ്വന്തം ഭാര്യയുടെ വാക്കും കേട്ട് ഒരു തെറ്റും ചെയ്യാത്ത സ്വന്തം ഉമ്മാനെയും പെങ്ങന്മാരെയും കുറച്ച് ദിവസത്തേക്കാണെങ്കിലും ഇജും തെറ്റിദ്ധരിച്ചു പോയില്ലേ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇജും ചെയ്തത് തെറ്റ് തന്നെയല്ലേ ആരിസേ? അറിയാൻ താത്ത, ഞാൻ ചെയ്ത് തെറ്റ് തന്നെ. ഞാൻ ചെയ്ത തെറ്റിന് ഉമ്മായോട് ഞാൻ കരഞ്ഞ് മാപ്പ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇജ് അത്രയും തെറ്റിദ്ധരിച്ചിട്ടും എൻ്റെ ഒറ്റ പറച്ചിലുകൊണ്ട് ആ ഇമ്മ എനിക്ക് മാപ്പ് തന്നില്ലേ. അപ്പം എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു സന്തോഷ സമാധാനം ഇല്ലേ, അതേപോലത്തെ ഒരു സമാധാനം എൻ്റെ ഉമ്മാൻ്റെ ഉള്ളിലും ഉണ്ടാവും. കുറച്ച് വൈകിട്ടാണെങ്കിലും ഈ അമ്മാനെ തിരിച്ചറിഞ്ഞല്ലോ എന്നുള്ള സമാധാനം. അതുപോലെ ഇവിടെ ഒരു ഉമ്മ ഉണ്ട്. മനഃപൂർവ്വമല്ലാന്നുണ്ടെങ്കിലും കുഞ്ഞോൾ ഇങ്ങനെയൊക്കെ ആവാൻ കാരണക്കാരി ഇമ്മയാണെന്ന് സ്വയം മനസ്സിലാക്കി ഉരുകി ഉരുകി ഇല്ലാണ്ടാവണ ഞങ്ങളമ്മ. എന്തുകൊണ്ടും കുഞ്ഞോളക്കായി എത്രയോ നന്നായിട്ട് അനക്കവരെ അറിയായിരുന്നല്ലോ. ഈ ജനിച്ച കാലം തൊട്ടേ അവരെ സ്നേഹവും കരുതലുമൊക്കെ കണ്ടു അനുഭവിച്ച് വളർന്നതല്ലേ ഇജ്. എന്നിട്ടും കുറച്ച് ദിവസങ്ങൾക്കാണെങ്കിലും എൻ്റെ ഉള്ളിലും അവരെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ വന്നില്ലേ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആരാ ആരിസ് തെറ്റ് ചെയ്യാത്തത്? ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ്. എൻ്റെ ഇപ്പത്തെ ദേഷ്യത്തിന് ഈ ജീപ്പ് എന്തങ്ങോട്ട് ഇല്ലാന്നാക്കി വെച്ചാ ജീവിതാവസാനം വരെ ആ ഒരു കുറ്റബോധം ഈ ഉമ്മാൻ്റെ ഉള്ളിൽ കിടന്ന് നീറി നീറി അതിൻ്റെ ജീവിതം ഇല്ലാണ്ടാവുകയുള്ളൂ. കുഞ്ഞോള് ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ അതിനുള്ള ശിക്ഷ പടച്ചോനായിട്ട് കൂട്ടിച്ചേർത്ത ഇങ്ങളെ ജീവിതം ഇല്ലാണ്ടാക്കിക്കൊണ്ട് വേണം അരിസേ. ഞാൻ എന്ത് ചെയ്യാനാണ് താത്ത? ഇതൊക്കെ മറന്നിട്ട് അവളോട് കൂടി ജീവിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടോ? ഇതിലും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ അരിസേ? അതൊരിക്കലും ഈ ജോളോട് പുറത്ത് കൂടെ കൂട്ടുമ്പോഴല്ല, മറിച്ച് ഓള് ചെയ്ത തെറ്റ് എത്ര വലുതായിരുന്നെന്ന്
സ്വയം ഓള് മനസ്സിലാക്കുമ്പോൾ അതിനൊരവസരം പോലും കൊടുക്കാണ്ടേ ഒരു ബന്ധം ഇല്ലാണ്ടാക്കാൻ ആരെക്കൊണ്ടും പറ്റും. മറിച്ച് സ്വയം തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഇജോൾക്കൊരവസരം കൂടി കൊടുക്കുകയാണെച്ചാൽ അനക്കും എൻ്റെ കുടുംബത്തിനും കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു ഭാര്യയും നല്ലൊരു മരുമോളായിട്ട് ഓൾക്കിനി മാറാൻ പറ്റും. സൽമാത്ത പറഞ്ഞതാണ് ശരി. അളിയനൊരു അവസരം കൂടി അവൾക്ക് കൊടുത്തൂടെ? ഇത്രയൊക്കെ കാട്ടി കൂട്ടിയ ഓളോട് അളിയാണെങ്കിൽ വെറുതെ പുറത്തു കൊടുക്കുമോ? വെറുതെ പൊറുക്കണമെന്ന് ഞങ്ങളാരും പറയുന്നില്ല. അളിയനും കുടുംബത്തിനും എന്ത് ശിക്ഷ വേണമെങ്കിലും അവർക്ക് കൊടുക്കാം. പക്ഷെ അത് നിങ്ങളെ ജീവിതം എന്നേക്കുമായിട്ട് വേണ്ടാന്ന് വെച്ചിങ്ങാണ്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ ഞാൻ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയും സന്തോഷം. അതെ ഹാരിസേ, ഓളിപ്പോൾ ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷ വേണമെങ്കിലും ഇങ്ങക്ക് ഓൾക്ക് കൊടുക്കാം. അത് ഈ ജീവിതം തന്നെ ഒഴിവാക്കിക്കൊണ്ടാവരുതെന്നേ സൽമാത്താക്കും പറയാനുള്ളൂ. ഈ കാര്യത്തിൽ എനിക്ക് എൻ്റെതായ തീരുമാനം എടുക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഉപ്പാടും ഉമ്മാടൊന്ന് ആലോചിക്കണം. മതി, അത് മതി. ഇജ് ചെന്ന് ഓലക്കേട്ട് നന്നായിട്ട് ആലോചിച്ച് പിന്നെ ഓൽക്ക് ഈ ബന്ധം തീർക്കണം എന്ന് തന്നെയാണെച്ചാൽ ഞങ്ങളായിട്ട് പിന്നെ ഒരു മുടക്കും പറയാൻ വരൂല. ഇനി നിങ്ങളൊക്കെ തന്നെ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ കുട്ടി പറഞ്ഞതാ ശരി. ഒരു ബന്ധം പാടണ്ട് ഒഴിവാക്കി കളയാൻ ആരെക്കൊണ്ടും പറ്റും. അതുകൊണ്ടായില്ലല്ലോ. ചെയ്തതൊക്കെ തെറ്റാണെന്ന് ഓള് തിരിച്ചറിയാൻ ഒരുക്കാണിച്ചാൽ ഇമ്മാടെ കുട്ടി അങ്ങോട്ട് പുറത്തു കൊടുത്താളെ. അതെങ്ങനെ ശരിയാവുമ്മ? വെറുതെ അങ്ങ് പുറത്തു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലേ പിന്നെ നാളെ ഒരു അവസരം വരുമ്പോൾ അവൾ ഇതിലും വലിയ തെറ്റ് ചെയ്യും. അതുറപ്പാ. ഇജൊന്നും മുണ്ടാതെ എന്നെ അർച്ചിയെ. ഇജ് പറ ആരിസേ, ഇവള് പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെ തീരുമാനം. എന്താ എനിക്ക് ഇനി പറയാനുള്ളത്? ഒരു തെറ്റ് ചെയ്യാത്ത നമ്മളെ ഉമ്മാനെ കൊണ്ട് നിങ്ങളെ കൊണ്ടും ഓൾ എന്തൊക്കെയാ പറഞ്ഞ് വെറുതെ അങ്ങോട്ട് പുറത്തു കൊടുക്കാൻ പറ്റുമോ? ആ അതന്നെ ഞാനും പറഞ്ഞു കാക്ക. വെറുതെ അങ്ങ് പുറത്തു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾ നാളെ ഒരു അവസരം കിട്ടുമ്പോൾ ഇതിലും വലിയ തെറ്റ് ചെയ്യും. അല്ലെങ്കിലും ചെയ്ത തെറ്റ് ചെറുതൊന്നല്ലല്ലോ. ഒരു തെറ്റ് ചെയ്യാത്ത ഉമ്മാനെയും നമ്മളെയൊക്കെ എന്തൊക്കെയാ പറഞ്ഞ് നമ്മളെ അമ്മായിമ്മ പോലും നാത്തും പോലും കാണിക്കുക പോലും. ശരിക്കുള്ള അമ്മായ പോലും നാത്തും പോലും എന്താണെന്നും അതിന് ബുദ്ധിമുട്ട് എന്താണെന്നും ഓളൊന്ന് മനസ്സിലാക്കണം. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി കൊടുക്കണം അവൾക്ക്. ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കേ? അതെങ്ങനെ? കാക്ക പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെങ്കിൽ അതിന് ഞാൻ മാത്രം അനുസരിച്ചിട്ടൊന്നും കാര്യമില്ല. ആഭ്യാത്തിമ്മയും കൂടി വിചാരിക്കണം. അങ്ങനെ നിങ്ങളും കൂടി ഒത്തുകഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് പോരെടുക്കണ അമ്മായിമ്മയും നാത്തുമാരും എങ്ങനെയാന്നുള്ളതേ ഓൾ ശരിക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. എന്തൊക്കെയാ ആരിസേജി പറഞ്ഞത്? ഇപ്പം ഈ പെരലുണ്ടായ പുകിലും പ്രശ്നങ്ങളൊന്നും പോരെ എനിക്ക്. ഇനിയിപ്പോൾ പുതിയത് ഉണ്ടാക്കാനാണോ എൻ്റെ പുറപ്പാട്? അതൊക്കെ നടക്കണ കാര്യമാണോ ആരിസേ? ഇജെന്തൊക്കെയാ ഈ പറഞ്ഞത്? താത്തൊന്നും പറയണ്ട. അമ്മായി പോലും നാത്തും പോലും മാത്രമൊന്നുമില്ല. ഓൾക്കുള്ള ഭർത്താവ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു കൊടുത്തോളാം. അത് പൊളിക്കും കാക്ക. കാക്കാടെ കൂടെ എന്തിനും ഈ അർഷി കട്ടക്കുണ്ടാവും. ഇവരാരും പറയും പോലെ ഒന്നല്ല. ശരിക്ക് പോരെടുക്കണ ഒരു കുടുംബത്തിൽ വന്നാലേ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഓളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ചില്ലറ കാര്യങ്ങളൊന്നല്ലല്ലോ ഓള് കാട്ടിക്കൂട്ടിയത്. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഓള് കാക്കാനെ വിശ്വസിപ്പിച്ചെടുത്ത്. അപ്പൊ അതിനെ അതുപോലത്തെ ഒരു കുടുംബത്തിലാണ് ഓള് പെട്ടുകണെച്ചാൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും അതൊക്കെ ഓൾ അനുഭവിക്കാൻ വേണം. അത് മാത്രം പോരാ, ഇനി എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണത് ഞാൻ പറയും. അതുപോലെ എങ്ങാണ്ട് ചെയ്താൽ മതി. എന്തൊക്കെ എൻ്റെ പടച്ചോനെ ഈ ചെക്കൻ പറഞ്ഞത്? അനക്ക് എന്താ അരിസേ കിട്ടിക്കണത്? ഇതൊക്കെ നടക്കാൻ പോണ കാര്യങ്ങളാണ്. ഉമ്മൊന്നും പറയണ്ട. ഞാൻ ഒരു പൊട്ടനാന്നോളെ വിചാരം. മര്യാദ എന്താണെന്നുള്ളത് ഞാൻ ഓൾക്ക് കാണിച്ചു കൊടുത്തോളാം. ഇതിനൊക്കെ ഓളെ കിട്ടുന്ന് നിങ്ങൾക്ക് രണ്ടാക്കും തോന്നുന്നുണ്ടാ? പിന്നെ കാര്യങ്ങൾ ഇതിൽ കൂടുതൽ വഷളാവൂട്ടാ. ഇനി എന്ത് വശലാവാന്? തൽക്കാലം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളൊക്കെയാണ് ചെയ്താൽ മതി. അല്ല അരിസേ, അപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും
ഇപ്പോൾ ഓളോട് തുറന്ന് പറയണ്ടെന്നാണോ ഇജി പറഞ്ഞത്? ഇജി കാര്യങ്ങളൊന്നും അറിഞ്ഞ കാര്യം ഇപ്പോൾ തൽക്കാലം ഓൾ അറിയണ്ടേ? അറിയണ്ടെന്ന് മാത്രമല്ല, ഇത്രയും കാലം നമ്മളെ നാലാളെ മുന്നിൽ ഓൾ നന്നായിട്ട് അഭിനയിച്ച് തകർത്തില്ലേ? അപ്പം ഇനിയുള്ള കാലം നമ്മൾ നാലാളും ഓളം മുന്നിൽ അതിലും വലിയൊരു അഭിനയം കാഴ്ചവെക്കാൻ പോവാം, അല്ലേ കാക്ക? അല്ല പിന്നെ ഓൾ ഇത്ര കാലം അഭിനയിച്ചില്ലേ, ഓളൊന്ന് ശരിക്കൊന്ന് അനുഭവിക്കട്ടെ. എന്തൊക്കെ നിങ്ങൾ ആങ്ങളും പെങ്ങളും കൂടിയും കാട്ടിക്കൂട്ടാൻ പോകണതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും ഇതിൻ്റെ പേരിൽ സംഗതി കൂടുതൽ വസളാവാതിരുന്നാൽ മതി, അത്രേ ഇമ്മാക്ക് പറയാനുള്ളൂ. ബാക്കി എന്താ വെച്ചാൽ ഇജ് പറയും പോലെ ഈ ഇമ്മയും കേട്ടോളാം. ആ, അത് മതി. നമ്മളെ കുടുംബം അവൾ വരും മുന്നേ എത്ര സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നെന്നുള്ളതും അങ്ങനെ ഒരു കുടുംബം ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതും അവൾ ശരിക്കും ഒന്ന് പഠിക്കണം. എന്നാ പിന്നെ കാക്ക ഇവിടെ ഇരുന്ന് നേരം കളയണ്ട, മോളിക്ക് ചെല്ല്. ആദ്യത്തെ അഭിനയം കാക്കയുടെ ഭാഗത്തു നിന്ന് തന്നെ ആയിക്കോട്ടെ. നല്ലൊരു ഉറക്കത്തിന് നല്ലൊരു മാട്രസ് ആവശ്യമാണ്. ആ വന്നോ? എവിടെ പോയി കിടക്കായിരുന്നു ആരിസ്ക? നിങ്ങൾ ഇന്നലെ അങ്ങോട്ട് പോയതല്ലേ? എങ്ങോട്ടാ പോയിരുന്നത് ഫോൺ ഓഫാക്കി വെച്ചിട്ട്? ഫോണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു. ഇന്നാ പിന്നെ അതൊന്ന് പറഞ്ഞിട്ട് പോവെങ്കിലും ചെയ്തൂടെ? ഞാൻ രാവിലെ എണീറ്റപ്പോൾ തുടങ്ങി അടിച്ചു നോക്കലാണ്, എപ്പോൾ നോക്കിയാലും സ്വിച്ച് ഓഫ്. ആരിസ്ക രാവിലെ എപ്പോഴും എണീറ്റ് പോയത്? ഇന്ന് വൈകുന്നേരം പോവാനുള്ള ആളാ. ഇതിനെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ? പിന്നെ അല്ലാതെ എന്നെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. പിന്നെ എന്നെ കുറിച്ച് മാത്രം ചിന്തയുള്ള ഒരാള് ആരിസ്കാക്ക് ഇങ്ങനെ ഓരോ കാര്യത്തിനൊന്നും പറഞ്ഞിട്ട് അങ്ങ് പുറത്തു പോയാൽ മതി. ഇവിടൊക്കെ ഇല്ലാത്ത നേരത്ത് ഇവരെല്ലാരും കൂടി ഇന്നെ എന്തൊക്കെയോ പറയണ ചെയ്യണെന്നുള്ളത് ആരിസ്കാക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഓ, ഒക്കെ ഇന്നലെ വിളിച്ച് പറഞ്ഞല്ലോ. ഞാൻ മുഴുവൻ കാര്യങ്ങളൊന്നും ആരിസ്കാനോട് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഇക്ക പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട് പേടിയാവും. അപ്പം തന്നെ ആരിസ്ക പോയ പിന്നാലെ തന്നെ ഇന്നും കൂടി കൊണ്ടുപോകാൻ നോക്കൂലേ? പിന്നല്ലാതെ ഒക്കെ ഞാൻ അവിടെ എത്തിയിട്ട് ശരിയാക്കി തരാം. ഹാവ്, അത് കേട്ടാ മതി നിക്ക്. അല്ലേലും ഇവിടെ ഉള്ളവർക്കിട്ട് തട്ടാൻ ആരിസ്ക എന്നെ ഇട്ടെടുക്കൂലെന്ന് നിക്കറിയാം. ആ മനസ്സ് മുഴുവൻ എന്നോടുള്ള സ്നേഹല്ലേ. ആരിസ്ക കുളിച്ചിട്ട് വാ, ഞാൻ വേഗം പോയി ചോറെടുത്ത് വെക്കാം. ഞാനൊന്ന് ഫ്ലൈറ്റ് കയറട്ടെ മോളെ. ആരിസ് ആരാന്നുള്ളത് ഞാൻ ശരിക്കും മനസ്സിലാക്കി തരാം. ഹാവ്, എന്നെ സമ്മതിക്കണം. പാവ ആരിസ്ക ഒക്കെ വിശ്വസിച്ച്. സാധാരണ ഭർത്താക്കന്മാർ ദുബായി പോകുമ്പോൾ ഭാര്യമാർക്ക് വല്ലാത്ത സങ്കടമൊക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ കാര്യത്തിലേ ഇപ്പൊക്ക് സന്തോഷം മാത്രമേ തോന്നുന്നുള്ളൂ. ആരിസ്ക അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നാലെ ഞാനും അങ്ങ് ദുബായിക്ക് പറക്കാൻ പോവല്ലേ. പിന്നെ ഈ നശിച്ച നാട്ടിലേക്കും ഈ വീട്ടിലേക്കും എൻ്റെ പട്ടി വരും. ഇനിയുള്ള ജീവിതകാലം മൊത്തം ദുബായ് ലൈഫ് ഞാൻ അങ്ങോട്ട് എൻജോയ് ചെയ്ത് ആറുമാതിക്കും. കഥയറിയാതെ ഇവൾ ആട്ടം കാണുമ്പോൾ പുതിയ തീരുമാനങ്ങളുമായി ആരിസിനി കടലേഴും കടന്ന് അറബ് നാട്ടിലേക്ക്. കനിവിൽ ഇനി കാണാൻ പോകുന്നത് വെറും കളിയല്ല, ഇവൾക്കുള്ള തിരിച്ചടിയാണ്. കനിവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കനിവിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ മാസ്സലാമ.